നാളത്തെ ഹിസ്റ്ററി എക്സാമിന് ചാപ്റ്റർ 3 4 ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എജ്യൂപോൾ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഈ 3-4 ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 12ഓളം ക്വസ്റ്റൻസ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. കഴിയുകയാണെങ്കിൽ പരമാവധി ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. കാരണം ചാപ്റ്റർ 3 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. ഇത് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ സെറ്റാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത. മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ 4 മാർക്കൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതിൽ ഇത്രയും ഞാൻ പറയുന്ന പോയിന്റ്സ് ആണ് ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ആരാണ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തത്, ആരാണ് BS സുക്തങ്കർ. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത് ഏത് ഇയറിലാണ് 1919 ആണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ആരാണ് ഹെൽപ്പ് ചെയ്തത്, ഡസൻസ് ഓഫ് സ്കോളേഴ്സ് 12ഓളം ആളുകളാണ്. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള മഹാഭാരതത്തിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഇവർ കളക്ട് ചെയ്തിട്ട് അതിലെ വേഴ്സസ് അതിലടങ്ങിയുള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ കമ്പയർ ചെയ്തതിനു ശേഷം അറൗണ്ട് 13,000 പേജസിലെ 13,000ഓളം പേജുകളുള്ള ഒരു വലിയൊരു പുസ്തകമായിട്ട് മാറി. ഇതിനേകദേശം എത്ര സമയം എടുത്തു, 47 ഇയേഴ്സ് എടുത്തു. ഇതൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണ്, 2 കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്തു മനസ്സിലായി. ഒന്നാമത് എന്താണ്, സെവറൽ കോമൺ എലമെന്റ്സ് ഇൻ ദ സാൻസ്ക്രിറ്റ് വേർഷൻ ഓഫ് ദി സ്റ്റോറി. അതായത് മഹാഭാരതത്തിന്റെ വിവിധ പതിപ്പുകളിലൊക്കെ എന്തുണ്ട്, കോമൺ ആയിട്ടൊരു സ്റ്റോറി എലമെന്റ് ഉണ്ട്. പക്ഷേ രണ്ടാമതായിട്ട് എന്തുണ്ട്, റീജിയണൽ വേരിയേഷൻ ഇൻ ദ ടെക്സ്റ്റിൽ. പക്ഷേ പല ഗ്രന്ഥങ്ങളിലും പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങളും കാണാൻ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എത്ര മാർക്ക് കിട്ടും, 4 മാർക്ക് കിട്ടും. ഇനി അടുത്തൊരു ചോദ്യമാണ് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ധർമ്മശാസ്ത്രാസ്. ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. ഓക്കെ, അപ്പോൾ ദ കോഡ് ഓഫ് കണ്ടന്റ് വാസ് സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ദ ബ്രാഹ്മിൻസ് ഇൻ പെർട്ടിക്കുലർ ആൻഡ് അതേഴ്സ് ഇൻ ജനറൽ. അതായത് എന്താണ്, അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ എന്താണ് വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ വർണ്ണ സിസ്റ്റം എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, ധർമ്മശാസ്ത്ര എന്ന് അല്ലെങ്കിൽ ധർമ്മസൂത്രം എന്നും പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ്, ഒരുപാട് നിയമങ്ങൾ കല്യാണത്തെ കുറിച്ചിട്ടും അങ്ങനെ അതേപോലെ ഓരോരുത്തരും പാലിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ എല്ലാം ഈ ഒരു ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് മനുസ്മൃതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻഡോഗമിയും എക്സോഗമിയും. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പഠിച്ച സംഭവമാണ്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താ, വിത്തിൻ ദ ഗ്രൂപ്പ് ഓർ കിൻ ഓർ ഫാമിലി. ഒരു കുടുംബത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിനുള്ളിലോ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നു, എൻഡോഗമി. എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താ, റെഫേഴ്സ് ഔട്ട്സൈഡ് ദ യൂണിറ്റ്. എന്താണ്, യൂണിറ്റിന് പുറത്തുള്ള വിവാഹത്തെ സൂചിപ്പിക്കുന്നത് എന്താണ്, എക്സോഗമിയാണ്. അപ്പോൾ എൻഡോഗമി ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, എക്സോഗമി ഉണ്ട്. ഓക്കെ, അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻഡോഗമി എക്സോഗമി എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, ദ വർണ്ണ സിസ്റ്റം ഇൻ ആൻഷ്യൻ ഇന്ത്യ. പ്രാചീന ഇന്ത്യയിലെ വർണ്ണ സമ്പ്രദായം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വർണ്ണ സമ്പ്രദായത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4 വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. അപ്പോൾ ഓരോ വർണ്ണത്തിൻ്റെയും ഡ്യൂട്ടികളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രാഹ്മണാസിൻ്റെ ഡ്യൂട്ടി എന്താ, ടീച്ച് ആൻഡ് സ്റ്റഡി വേദം. അതായത് വേദം പഠിക്കുക, വേദം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. രണ്ടാമതാണ് ആരാ, ക്ഷത്രിയാസ് ആണ്. ദേ വാർഫെയർ അല്ലെങ്കിൽ പ്രൊട്ടക്ട് പീപ്പിൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ജസ്റ്റിസിൽ. രാജാക്കന്മാരും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതേവരെ ക്ഷത്രിയാസിലാണ്. അതായത് എന്താ ചെയ്യുന്നത്, യുദ്ധം ചെയ്യുക, നീതി നടപ്പിലാക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക. രാജാക്കന്മാരൊക്കെ ഏത് ഗ്രൂപ്പിലാണ്, ക്ഷത്രിയ ഗ്രൂപ്പിലാണ് കേട്ടോ. അടുത്തത് പറഞ്ഞാൽ വൈശ്യാസാണ്. വൈശ്യാസിന്റെ ജോലി എന്താണ്, അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ആൻഡ് പാസ്റ്റോറിസം അല്ലേ. അതായത് എന്താണ്, കൃഷി, കച്ചവടം, അതേപോലെ തന്നെ എന്ത്, യെസ്, നമ്മുടെ ഇടയ ജോലി കേട്ടോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ശൂദ്രാസ് ആണ്. ശൂദ്രാസിന്റെ കാര്യം എന്താണ്, അവരെന്താണ് ഏറ്റവും താഴെയുള്ള ജോലിയാണ് ആര്, ശൂദ്രന്മാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെയാണ് ഏറ്റവും താഴ്ന്ന കിടക്കാരായിട്ട് ആര് കണ്ടിരുന്നത്, ബ്രാഹ്മണന്മാരെ കണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ അവസ്ഥയായിരുന്നു ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ബ്രാഹ്മണന്മാർ എന്ത് ചെയ്യാണ്, ഈ വർണ്ണ വ്യവസ്ഥ നടപ്പിലാക്കാനായിട്ട് ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഇതും എക്സാമിന് ചോദിക്കും കേട്ടോ. ദർ ആർ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് were adopted by Brahmanas to enforce the Varna system. ഈ വർണ്ണ സിസ്റ്റം നടപ്പിലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബ്രാഹ്മണന്മാർ ചെയ്തിട്ടുണ്ട്. എന്താണ് അവർ, ആളുകൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഫോളോ ചെയ്യിക്കുന്ന രീതിയിൽ. അപ്പോൾ അവരെന്താ ചെയ്തത്, ദ asserted that the Varna order is divine. അവരെന്ത് പറയാണ്, ഈ വർണ്ണ വ്യവസ്ഥ ദൈവകൽപിതമാണെന്ന് പറഞ്ഞു. അതുമാത്രമേ they advised the king to ensure that Varna norms were followed in their kingdoms. അല്ലേ, വർണ്ണ വ്യവസ്ഥ നടപ്പിലാക്കേണ്ടത് രാജാക്കന്മാരാണെന്ന് അവർ പറഞ്ഞു. പിന്നെ അത് മാത്രമേ pursued people that their social status were determined by birth. അല്ലേ, ബൈ ബർത്ത് ഒരാൾ ഏത് ജാതിയിലാണ് ജനിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരുടെ വർണ്ണം. അത് മാറ്റാൻ പാടില്ല എന്നൊക്കെ എന്ത് ചെയ്യാണ് ഇവർ പറയണം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിലൂടെ ചണ്ടാളന്മാരുടെ കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നാക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. 4ാമത്തെ പാഠത്തിൽ നമുക്ക് നോക്കാം. 4ാമത്തെ പാഠത്തിൽ നിന്ന്
ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ജൈനിസത്തിൻ്റെ ഫീച്ചേഴ്സ്, ജൈന മതത്തിൻ്റെ സവിശേഷതകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് വർദ്ധമാന മഹാവീരൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മതമായിരുന്നു ഇത് ജൈന മതം എന്ന് പറഞ്ഞാൽ. അതായത് ഒന്നാമത്തെ എന്താണ്, അഹിംസയാണ്. ആരെയും ദ്രോഹിക്കരുത്, ആരെയും ഒന്നും ചെയ്യരുത്, അഹിംസയായിരുന്നു എന്ത് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് കേട്ടോ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മഹാവീരൻ പറഞ്ഞ എന്താണ്, എല്ലാത്തിനും ജീവനുണ്ട് അല്ലേ, അതായത് എല്ലാത്തിനും ആത്മാവുണ്ട്, എല്ലാത്തിനും എന്തുണ്ട്, ജീവനുണ്ട് എന്ന് പറയാണ്. പിന്നെ അത് മാത്രമല്ല, ജന്മവും പുനർജന്മവും രൂപപ്പെടുന്ന കർമ്മത്തിലൂടെയാണെന്ന് ജൈനമതം പറഞ്ഞു. അതുമാത്രമല്ല, അവർ എന്ത് പറയാണ്, ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ അനുസരിച്ചാണ് അയാൾക്ക് മോക്ഷം കിട്ടുന്നത്, അതിലൂടെയാണ് അയാൾ പരിശുദ്ധരാകുന്നതും എന്ന് പറയുകയാണ് ഇവർ പറയുകയാണ്. അപ്പോൾ ഒരാൾ ജൈനമതത്തിലെ ആശയങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ത്രിരത്നാസ്. അതായത് ജൈനമതത്തിൽ ഒരാൾ കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അയാൾ എന്ത് ഫോളോ ചെയ്യണം, ത്രിരത്നാസ് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ്, റൈറ്റ് ബിലീഫ് ശരിയായ വിശ്വാസം, റൈറ്റ് നോളേജ് ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ ശരിയായ നടപടി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ജൈനമതത്തിലെ സന്യാസിമാർ ഫോളോ ചെയ്യേണ്ട 5 കാര്യങ്ങളും കൂടിയുണ്ട്. നോൺ ഇഞ്ചുറി, ആരെയും പൽക്കേൽപ്പിക്കരുത്, നോൺ സ്റ്റീലിംഗ്, ആരോടും മോഷിക്കരുത്, നോൺ അഡൾട്ടറി, വ്യഭിചരിക്കരുത്, നോൺ പൊസഷൻ, കൈവശപ്പെടുത്തരുത്, ഒബ്സർവേഷൻ ഓഫ് സെലിബസി, ബ്രഹ്മചര്യം നിരീക്ഷിക്കൽ. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അടുത്ത എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ബുദ്ധൻ്റെ ഉപദേശങ്ങളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം. ജൈനമതം ചോദിച്ച പോലെ തന്നെ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ബുദ്ധൻ്റെ ടീച്ചിങ്സിൽ എന്താ ഒന്നാമത് വരുന്നത്, ബുദ്ധൻ ബിലീവ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് ട്രാൻസിയന്റ് ആൻഡ് കൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. ലോകം എന്താണ്, ക്ഷണികമാണെന്നും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ബുദ്ധമതം വിശ്വസിക്കുന്നു. ആൻഡ് ദർ ഈസ് നത്തിങ് പെർമനന്റ് ഓർ എറ്റേണൽ ഇൻ ദ വേൾഡ്. ഈ ലോകത്തൊന്നും സ്ഥിരമോ ശാശ്വതമോ ഇല്ല. ലോകം എന്താണ്, സോൾലെസ് അഥവാ ആത്മാവില്ലാത്തതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യണം, അഷ്ടാംഗ മാർഗാസും 6 സത്യാസം ഉണ്ട്. ഒരാൾ ബുദ്ധമതം അനുസരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അയാൾ എന്ത് ഫോളോ ചെയ്യണം, അഷ്ടാംഗ മാർഗാസും ഫോളോ ചെയ്യണം, അതേപോലെ തന്നെ 6 സത്യാസം ഫോളോ ചെയ്യണം അല്ലേ. 6 സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, 4 ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ് അല്ലേ, ലോകം എന്താണ്, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഓൾ സഫറിങ്സ്, ആഗ്രഹമാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം. ദ സഫറിംഗ് കുഡ് ബി റിമൂവ്ഡ് ബൈ ഗിവിംഗ് അപ്പ് ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ ദുരിതങ്ങൾ അകറ്റാൻ കഴിയും. ആൻഡ് ഡിസയേഴ്സ് ക്യാൻ ബി ഗിവൻ ബൈ ദ ഫോളോയിങ് അഷ്ടാംഗ മാർഗാസ്, അഷ്ടാംഗ മാർഗങ്ങൾ പിന്തുടരുന്നതിലൂടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാം. ഇതാണ് എന്ത്, 6 സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി അഷ്ടാംഗ മാർഗങ്ങൾ എന്താണ്, 8 ഉണ്ട്. റൈറ്റ് വ്യൂ ശരിയായ വീക്ഷണം, റൈറ്റ് എയിം ശരിയായ ലക്ഷ്യം, റൈറ്റ് സ്പീച്ച് ശരിയായ സംസാരം, റൈറ്റ് ആക്ഷൻ ശരിയായ പ്രവർത്തനം, റൈറ്റ് ലീവ്ഹുഡ് ശരിയായ ഉപജീവനം, റൈറ്റ് എഫേർട്ട് ശരിയായ പരിശ്രമം, റൈറ്റ് കോൺസെൻട്രേഷൻ ശരിയായ ഏകാഗ്രത, റൈറ്റ് മൈൻഡ്ഫുൾനെസ് ശരിയായ ശ്രദ്ധ. അപ്പം ഈ ബുദ്ധമതത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ബുദ്ധമതത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ 6 സത്യങ്ങളും അഷ്ടാംഗ മാർഗങ്ങൾ അതിൽ എഴുതി വെക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബുദ്ധൻ ജനിച്ച സ്ഥലങ്ങൾ, അതേപോലെ സ്തൂപങ്ങൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഇത്, ബുദ്ധമതം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. മഹായാന ബുദ്ധിസവും അതേപോലെ തന്നെ ഹീനയാന ബുദ്ധിസവും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എക്സാമിന് എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. എസ്പെഷ്യലി മഹായാന ബുദ്ധിസം കേട്ടോ. മഹായാന ബുദ്ധമതത്തെക്കുറിച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം കനിഷ്കൻ, അത് കുശാന റൂളറായിരുന്ന, കുശാന ഭരണാധികാരിയായിരുന്ന കനിഷ്കൻ്റെ കാലഘട്ടം മുതലാണ് എന്ത് സംഭവിക്കുന്നത്, ബുദ്ധമതം മറ്റൊരു രീതിയിലേക്ക് പോയത്. ആ സമയത്ത് വെച്ചിട്ട് കാശ്മീരിൽ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യാണ്, വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ബുദ്ധമതം 2ആയി സ്പ്ലിറ്റായി. മഹായാന ബുദ്ധിസവും അതേപോലെ തന്നെ ഏതാടാ, ഹീനയാന ബുദ്ധിസവും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പണ്ട് മുതലേയുള്ള ആശയങ്ങൾ ഫോളോ ചെയ്തു പോരുന്നത് ഏതാണ്, ഹീനയാനമാണ്. എന്നാൽ പുതിയ ആശയം ഫോളോ ചെയ്യുന്നത് ഏതാടാ, മഹായാനമാണ്. ശ്രദ്ധിക്കണം, എന്താടാ, മഹായാനമാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഏതാണ്, മഹായാനമാണ്. അപ്പോൾ മഹായാനം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങൾ, ബുദ്ധനെ എന്ത് ചെയ്യാണ്, ദൈവത്തെ പോലെ ആരാധിക്കുകയും ബുദ്ധൻ്റെ ചിത്രങ്ങളെ വെച്ച് ആരാധിക്കുകയും ബുദ്ധൻ്റെ പ്രതിമകളെ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്ന പുതിയൊരു രീതിയിൽ എന്ത് ചെയ്യാണ്, ബുദ്ധമതം മാറി. അതാണ് ഇത് മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ സ്തൂപങ്ങൾ പഠിച്ചു വെക്കണം. സാഞ്ചീരിയ സ്തൂപവും അതേപോലെ സാരാനാഥ സ്തൂപത്തെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, സ്തൂപങ്ങൾ ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. സോ മക്കളെ, വീണ്ടും കാണുന്നതിലേക്കും ബൈ.